എല്ലാവർക്കും നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷം? എങ്ങനെ പോകുന്നു ഇന്നത്തെ ദിവസം? അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ ലേറ്റ് നൈറ്റ് തോട്ട്സ്. നിങ്ങൾക്കതറിയാൻ ഒരുപാട് താല്പര്യമാണെന്ന് എനിക്കറിയാം. ലേറ്റ് നൈറ്റ് തോട്ട്സ് എന്താണ്? ലേറ്റ് നൈറ്റ് തോട്ട്സ് നമ്മൾ എന്തിനാണ് നോക്കുന്നത്? കാരണം രാത്രി സമയത്താണ് നമ്മൾ ഏറ്റവും കൂടുതൽ റെസ്റ്റഡായിട്ട് വേറെ ഒരു ഡിസ്റ്റർബൻസും ഇല്ലാതെ, അല്ലേ, ഡിസ്റ്റർബൻസസ് ഒന്നും ഇല്ലാതെ നമ്മൾ ചിന്തകൾ കൂടുതലായിട്ട് സ്ട്രെയിറ്റായിട്ട് ചിന്തിക്കുന്നത് നൈറ്റിലാണ്. ഓവർ തിങ്കിങ് എല്ലാം വരുന്നത്, മിസ്സിങ് എനർജി എല്ലാം വരുന്നത് എപ്പോഴാണ്? നൈറ്റിലാണ്. അതുകൊണ്ടാണ് നമ്മൾ നിങ്ങളുടെ പേഴ്സൻ്റെ തോട്ട്സ് ജെനുവിൻ ആണോ എന്ന് നമുക്ക് നൈറ്റ് തോട്ട്സ് നോക്കിയാൽ അറിയാൻ സാധിക്കും കേട്ടോ. ചിന്തകളാണ് ഞാൻ നോക്കുന്നത്, ഫീലിങ്സ് അല്ല. ചിന്തകളും ഫീലിങ്സും രണ്ടും രണ്ടാണ് കേട്ടോ. ചിന്തകൾ അവർ മനസ്സിൽ ഫീൽ ചെയ്യുന്നത്, ഇത് തോട്ട്സ് എന്ന് പറയുമ്പോൾ അവർ ചിന്തിക്കുന്നത്, ഇനി എന്ത് ചെയ്യാമെന്നൊക്കെ ഒരു തീരുമാനം എടുക്കുന്നതൊക്കെ ചിന്തിച്ചിട്ടാണല്ലോ. അങ്ങനെയാണ്. പ്രാക്ടിക്കലി ചിന്തിക്കുകയാണോ എന്താണെന്നുള്ളത് നമുക്കറിയാൻ സാധിക്കും. ഓക്കെ, തുടങ്ങാം. അപ്പോൾ ഓർക്കുക, ഇതൊരു ജനറൽ കളക്റ്റീവ് ടൈംലെസ് റീഡിംഗ് ആണ്. എത്രത്തോളം റെസനേറ്റ് ആവുന്നു അത്രത്തോളം മാത്രം എടുക്കുക. ഫോഴ്സ്ഫുള്ളി റെസനേറ്റ് ചെയ്യരുത്. നെഗറ്റീവ് കാര്യങ്ങൾ റീഡിങ്ങിൽ വരികയാണെങ്കിൽ അതങ്ങ് തള്ളിക്കളഞ്ഞേക്കുക കേട്ടോ. പോസിറ്റീവ് കാര്യങ്ങൾ മാത്രം ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്യുക. ഓക്കെ, തുടങ്ങുകയാണ്. അപ്പോൾ ഡിവൈൻ പ്ലീസ് ഗൈഡ്. ഐ വോണ്ട് ടു നോ എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ ലേറ്റ് നൈറ്റ് തോട്ട്സ് എന്തായിരുന്നു? എൻ്റെ വ്യൂവേഴ്സിനെ കുറിച്ചിട്ട്, എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ ലേറ്റ് നൈറ്റ് തോട്ട്സ് എന്തായിരുന്നു? അവരെ കുറിച്ചിട്ടുള്ള ലേറ്റ് നൈറ്റ് തോട്ട്സ് എന്തായിരുന്നു? എൻ്റെ വ്യൂവേഴ്സിനെ കുറിച്ചുള്ള ലേറ്റ് നൈറ്റ് തോട്ട്സ് എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ എന്തായിരുന്നു? പ്ലീസ് ഗൈഡ്. ചാരിയറ്റ് കാർഡ് വീണു താഴെ കേട്ടോ. 2 of കപ്സും Chariot, 2 of Cups, 2 of Wands, Strength, World, King of Wands, Page of Swords, the Fool, 8 of Swords, 9 of Pentacles. രണ്ട് കാർഡ് കൂടെ എടുത്തിട്ട് ബോട്ടം ഓഫ് ദി ഡെക്ക്, കാരണം ഒറ്റ സ്ട്രെച്ചിങ് ഞാനങ്ങ് പറയും കേട്ടോ. കൂടുതൽ വലിച്ചു നീട്ടാതെ പറഞ്ഞു പോവാം. ഇന്ന് അവരുടെ മെസ്സേജസും കൂടെ നിങ്ങൾക്ക് എടുത്തു തരാം. 2 of Pentacles, Page of Wands and 3 of Cups. ബോട്ടം ഓഫ് ദി ഡെക്ക് 3 of Cups ആയിരുന്നു. എന്തായാലും ക്ലാരിഫൈ ചെയ്യണമെങ്കിൽ ഞാൻ ചെയ്യാം കേട്ടോ. കൂടുതലായിട്ടും നിങ്ങളുടെ പേഴ്സൺ ഒരു യൂണിഫോംഡ് ജോബിലൊക്കെ ആയിരിക്കാൻ സാധ്യതയുണ്ട്. നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ യൂണിഫോംഡ് ജോബിലായിരിക്കാൻ സാധ്യതയുള്ളതായിട്ടാണ് കാണുന്നത്. കാരണം രണ്ട് സൈഡിൽ നിന്നുള്ള എനർജിയും എനിക്കിപ്പോൾ കണക്റ്റ് ആയിട്ടുണ്ട് ഇവിടെ കേട്ടോ. ഇത് നിങ്ങളുടെ ആയിരിക്കാം, നിങ്ങളുടെ പേഴ്സൻ്റെ ആയിരിക്കാം. കൂടുതൽ കണക്റ്റിവിറ്റി വരുന്ന സമയത്ത് ഞാൻ പറയാം അത് അവർ തന്നെയാണെന്നുള്ളത് കേട്ടോ. ചാരിയറ്റിൽ എനിക്ക് 2 പേരുടെയും തന്നെ എനർജി കണക്റ്റ് ആവുന്നുണ്ട്. 2 പേരും തന്നെ സ്ട്രോങ് വിൽ, സ്ട്രോങ് ഡിറ്റർമിനേഷനൊക്കെ ഉള്ള ആൾക്കാരാണ്. ഓക്കെ, വളരെ നന്നായി സംസാരിച്ച ആൾക്കാരെ മാനിപ്പുലേറ്റ് ചെയ്യാൻ കഴിവുള്ള ആൾക്കാരാണ് നിങ്ങൾ 2 പേരും തന്നെ. ഓക്കെ, അതേപോലെ ഇവർ ആലോചിക്കുന്നത് ഈ നിമിഷം അവർ ലോങ് ഡിസ്റ്റൻസിലാണ്. ഓക്കെ, നിങ്ങൾ ഒന്നുകിൽ ഈ അടുത്ത സമയത്ത് ഒരു റീയൂണിയനിൽ വന്ന് കാണും, നിങ്ങൾ തമ്മിൽ കണ്ടു കാണാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ അവരൊരു റീയൂണിയൻ ആഗ്രഹിക്കുന്നു കേട്ടോ. നമ്മൾ ലേറ്റ് നൈറ്റ് തോട്ട്സ് ആണ് ആലോചിച്ചത്. ഒന്നുകിൽ നിങ്ങൾ തമ്മിൽ കണ്ട സമയത്ത് നിങ്ങൾ സംസാരിച്ച കാര്യങ്ങൾ ഇവർ വീണ്ടും ആലോചിക്കുകയാണ്, അല്ലെങ്കിൽ ആ സമയത്ത് സംഭവിച്ച കാര്യങ്ങൾ ഇവർ വീണ്ടും ആലോചിക്കുകയായിരുന്നു. അറ്റ് പ്രസൻറ്റ് ഇത് നിങ്ങൾ കാണുന്ന സമയത്ത് നിങ്ങൾ ലോങ് ഡിസ്റ്റൻസിലാണ്
കേട്ടോ. ഒരേ സ്ഥലത്തല്ല. അവരവിടെ നിന്ന് നിങ്ങളുടെ അടുത്തേക്ക് വന്നിരുന്നെങ്കിൽ അവിടെ നിന്ന് മൂവ് ചെയ്ത് ഇവർ തിരിച്ച് അവരുടെ സ്ഥലത്തേക്ക് പോയി എന്നാണ് കാണിക്കുന്നത്. ഓക്കെ, ലോങ് ഡിസ്റ്റൻസ് 2 കാർഡിൽ കാണുന്നുണ്ട്. നിങ്ങളല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ അല്ലെങ്കിൽ 2 പേരും തന്നെ വെള്ളം കൂടുതലായുള്ള ഒരു സ്ഥലത്തായിരിക്കും. ചുറ്റിനും വെള്ളം ഉണ്ടായിരിക്കും. ഓക്കെ, നിങ്ങളുടെ ഇമോഷൻസിനെ പ്രതിനിധീകരിക്കുന്നതും ആയിരിക്കാം. പക്ഷേ ജോഗ്രാഫിക്കലി വെള്ളം കൂടുതലുള്ള സ്ഥലമായിട്ടാണ് കാണിക്കുന്നത് കേട്ടോ. പിന്നെ ചിലർക്ക് നേരെ തിരിച്ചാണ്. ഇവരുടെ പേഴ്സൺ ഇവരെ കാണാൻ വേണ്ടിയിട്ട് വരുന്നതായിട്ടും കാണുന്നുണ്ട്. അറ്റ് പ്രസൻറ്റ് ലോങ് ഡിസ്റ്റൻസിൽ തന്നെയാണ്, വേറെ സ്ഥലത്ത് തന്നെയാണ്. പക്ഷേ ഇവർ നിങ്ങളെ കാണാൻ വരുന്ന കാര്യം ആലോചിക്കുന്നുണ്ട്. ഒരു റീയൂണിയനെ പറ്റിയിട്ട് ഇവർ വളരെ തീവ്രമായിട്ട് തന്നെ ആലോചിക്കുന്നുണ്ട് കേട്ടോ. കാരണം ക്ഷമയോടെ വെയിറ്റ് ചെയ്യാണ് അവിടെ ആ ഒരു മൂമെൻറ്റിന് വേണ്ടിയിട്ട്. അതായത് നിങ്ങൾ തമ്മിൽ കാണുന്ന ആ മൂമെൻറ്റിന് വേണ്ടിയിട്ട് അവർ ക്ഷമയോടെ വെയിറ്റ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ. ക്ഷമയോടെ ഇരുന്നാലേ പറ്റൂ. കാരണം ഏതെങ്കിലും ഒരു രാത്രിയാണ് ഈ ചിന്തിക്കുന്നത്. പ്രോബബ്ലി അവർക്ക് നേരം വെളുത്തിട്ട് വേണമായിരിക്കും നിങ്ങളെ കാണാൻ വരാനൊക്കെ. അപ്പം അത് ഇവർ ആലോചിക്കുന്നുണ്ടായിരുന്നു. ലൈക്ക് നിങ്ങളെ കാണാൻ ക്ഷമയോടെ വെയിറ്റ് ചെയ്താലേ പറ്റൂ. ലോങ് ഡിസ്റ്റൻസ് ആണ്, ട്രാവൽ ചെയ്ത് മാത്രമേ നിങ്ങളെ കാണാൻ വരാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ക്ഷമയോടെ വെയിറ്റ് ചെയ്യുക മാത്രമേ അവിടെ ഒരു നിവൃത്തിയുള്ളൂ എന്ന് ഇവർ ചിന്തിക്കുന്നുണ്ടായിരുന്നു. ഓക്കെ, പക്ഷെ ഇവർക്ക് ഉടനെ നിങ്ങളെ കാണണം എന്നുണ്ട്. ഓക്കെ, എന്തൊരു റിയലൈസേഷൻ അവർക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, നിങ്ങളെപ്പറ്റി വളരെ സ്നേഹത്തോടെയും അട്രാക്റ്റഡ് ആയിട്ടും ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. സ്നേഹത്തോടൊപ്പം റെസ്പെക്റ്റ് ഇവർക്കുണ്ട് കേട്ടോ. നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ കാണാൻ നല്ലൊരാളായിരിക്കണം. വളരെ നന്നായി സംസാരിക്കുന്ന ഒരാളായിരിക്കണം. നിങ്ങളുടെ സംസാരം ആൾക്കാർക്ക് കേൾക്കാൻ ഇഷ്ടമാണ്. ഓക്കെ, അങ്ങനെ ഉള്ളൊരു ആളായിരിക്കണം. നിങ്ങൾക്ക് ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റിയൊക്കെ കാണും. ഓക്കെ, 4 പേരെ നയിക്കാനുള്ളൊരു ക്വാളിറ്റി ഇവർക്ക് അല്ലെങ്കിൽ നിങ്ങൾക്കുണ്ട്. 2 പേർക്കും തന്നെ ആയിരിക്കാനും സാധ്യതയുണ്ട്. ഓക്കെ, നിങ്ങളുടെ അടുത്ത് കുറേ അഡ്വൈസൊക്കെ ചോദിച്ചിട്ട് ആൾക്കാർ വരുന്നുണ്ടാവും. നിങ്ങളുടെ അടുത്തും ആവാം അവരുടെ അടുത്തും ആവാം കേട്ടോ. രണ്ടും കണക്റ്റ് ആവുന്നുണ്ട് എനിക്ക്. ഇത്തിരി എന്താ പറയുക, നല്ലൊരു കരിസ്മാറ്റിക് എന്നൊക്കെ പറയില്ലേ, പെട്ടെന്ന് നമുക്ക് ഇവരെ കാണുമ്പോൾ ഒരു അട്രാക്ഷൻ ഫീൽ ചെയ്യും. അത്രയ്ക്ക് നല്ല ഒരാളായിരിക്കണം. ഇവരുടെ ക്യാരക്ടർ ആയാലും ശരി, ഇവരെ കാണാനായാലും ശരി, ഒരു നല്ല ഒരാളായിരിക്കണം. ഇവർ നിങ്ങളെ പ്രതി ഇതേ ഫീലിംഗ് ആണ് വെക്കുന്നത്. നിങ്ങളാണായാലും പെണ്ണായാലും ഇവർ വിചാരിക്കുന്ന ഈ പറഞ്ഞ ക്വാളിറ്റീസ് എല്ലാം നിങ്ങൾക്കുണ്ട്. അതുകൊണ്ട് ഇവർ ഹൈലി അട്രാക്റ്റഡ് ആണ് നിങ്ങളുടെ അടുത്ത്. ഓക്കെ, അതേപോലെ ക്ലൗഡി തോട്ട്സാണ്. ഇടയ്ക്ക് നിങ്ങളെ ഒന്ന് കോണ്ടാക്റ്റ് ചെയ്യണം, മെസ്സേജ് അയക്കണം, ആ സമയത്ത് മെസ്സേജ് അയക്കണം എന്ന് ഇവർക്ക് ആഗ്രഹമുണ്ടെങ്കിലും എന്തോ ഒരു റെസ്ട്രിക്ഷൻ അവിടെ അവർ ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. ഒന്നും ആലോചിക്കാതെ നിങ്ങളുടെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എന്നിവർക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ ഓവർ തിങ്കിങ് ആണ് അവിടെ കാണുന്നത്. അയക്കണമെന്ന് ചിന്തിക്കുന്നതല്ലാതെ നിങ്ങൾക്ക് അയക്കുന്നില്ല എന്നുള്ളൊരു കണ്ടീഷനാണ്. ഓക്കെ, എന്തോ ഒരു റെസ്ട്രിക്ഷൻ. ഇത് നിങ്ങൾക്കാവാം അവർക്കാവാം കേട്ടോ. നിങ്ങൾ സ്വയം റെസ്ട്രിക്റ്റ് ചെയ്യുന്നതും ആവാം. നിങ്ങൾ നിങ്ങളുടെ പേഴ്സണൽ മെസ്സേജ് അയക്കണം എന്നൊക്കെ വിചാരിച്ചിട്ട് സ്വയം റെസ്ട്രിക്റ്റ് ചെയ്തിരിക്കുന്നതും ആവാം. അങ്ങനെയും ആവാം. കാരണം എനിക്ക് 2 സൈഡിൽ നിന്നുള്ള എനർജിയും ഇന്ന് കണക്റ്റ് ആവുന്നു. ക്ലാരിഫൈ 8 ഓഫ് സ്വാർഡ്സ് വെച്ചാൽ ഒരു മിററിങ് എനർജി ആണെന്ന് തന്നെ കൂട്ടിക്കോളൂ. എനിക്ക് അങ്ങനെ ഫീൽ ചെയ്യണേ. നിങ്ങൾ എന്താണോ ഫീൽ ചെയ്യണത് അവർ അവിടെ അതേ തന്നെയാണ് ഫീൽ ചെയ്യുന്നത്. ക്ലാരിഫൈ 8 ഓഫ് സ്വാർഡ്സ്. ക്ലാരിഫൈ 8 ഓഫ് സ്വാർഡ്സ്. അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമല്ലോ. അവിടെ ഒരു റെസ്ട്രിക്ഷൻ വരുന്നത് ഒന്നുകിൽ നിങ്ങൾ തമ്മിൽ കാണുമ്പോൾ എപ്പോഴും ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ കൂടെ ഉണ്ടായിരിക്കും. അപ്പോൾ നിങ്ങളോട് അവിടെ വെച്ച് തുറന്ന് സംസാരിക്കാനുള്ളൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടാവില്ല. ഓൾറെഡി നിങ്ങൾ തമ്മിൽ കണ്ടിട്ടുണ്ടെങ്കിൽ കാര്യമാണ് ഈ പറയുന്നത്. ഓക്കെ, നിങ്ങൾ തമ്മിൽ കണ്ടപ്പോൾ നിങ്ങളുടെ ഒപ്പം വേറെ മറ്റാൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ ഒന്ന് തുറന്ന് സംസാരിക്കാനുള്ളൊരു സന്ദർഭം നിങ്ങൾക്ക് കിട്ടിയില്ല. അങ്ങനെ ആവാം. മെസ്സേജ് അയക്കാത്തതിൻ്റെ കാര്യം. ക്ലാരിഫൈ പേജ് ഓഫ് സോർട്സ്. വൈ ആർ ദേ നോട്ട് മെസ്സേജിങ്? വൈ ആർ ദേ നോട്ട് മെസ്സേജിങ്? ഒരു നല്ല സമയത്തിന് വെയിറ്റ് ചെയ്യുകയാണ് എന്നാണ് കാണുന്നത് കേട്ടോ. ഒരു നല്ല സമയത്തിന് വേണ്ടിയിട്ട്, ഡിവൈൻ ടൈമിങ്ങിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നതായിട്ടാണ് അവിടെ കാണുന്നത്. സമയം ഒന്ന് മാറി വരട്ടെ എന്നുള്ള രീതിയിൽ. കാരണം അവർക്ക് ക്ലാരിറ്റി കിട്ടിയിട്ടില്ല. ഓക്കെ, അതുകൊണ്ടാണ്. അൺഎക്സ്പ്രസ്ഡ് ലവ് ഒക്കെ ആണെങ്കിൽ
അവർക്ക് അവിടെ ക്ലാരിറ്റി കിട്ടിയിട്ടില്ല. അതുകൊണ്ടാണ് അവർ ഒന്നും മെസ്സേജ് അയച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമോ ഇല്ലയോ ഒരു സംശയം. അതുകൊണ്ടാണ് അവർ അയക്കാതിരിക്കുന്നത്. ഓക്കെ, എന്നാൽ അവർക്ക് സ്ട്രോങ് ഫീലിംഗ് ഉണ്ട് നിങ്ങൾക്ക് അവരെ ഇഷ്ടമാണെന്നുള്ളതും. ഓക്കെ, അതും ഇവിടെ കണക്റ്റ് ആവുന്നുണ്ട്. അതേപോലെ നിങ്ങൾ ഒരു പ്രെയർ ഗ്രൂപ്പിലോ അങ്ങനെയൊക്കെ ഒരു സ്പിരിച്വൽ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒരുമിച്ച് ചെയ്യുന്നവരായിരിക്കാം. അല്ലെങ്കിൽ ഇവരൊരു ടീച്ചറായിരിക്കാം, വക്കീലായിരിക്കാം, ഡോക്ടറായിരിക്കാം. ഓക്കെ, അതായത് 4 പേര് ഇവരുടെ അടുത്ത് കാര്യങ്ങൾ ചോദിച്ചറിയാൻ വേണ്ടിയിട്ട് വരാറുണ്ട്. ഓക്കെ, ഇന്ന് 2 പേരും തന്നെ ഈ ഒരു കാറ്റഗറിയിൽ വരുന്നതായിട്ടാണ് എനിക്ക് കാണുന്നത്. അതായത് ഉപദേശം കൊടുക്കാറുണ്ട്. ടീച്ചറാണെങ്കിൽ ഉപദേശം കൊടുക്കാറുണ്ട്. ഉപദേശം പറഞ്ഞാൽ ഒരു വിദ്യ പറഞ്ഞു കൊടുക്കാറുണ്ട്. ഡോക്ടറാണെങ്കിൽ ഒരു മെഡിക്കൽ അഡ്വൈസ് കൊടുക്കാറുണ്ട്. വക്കീലാണെങ്കിൽ ഒരു നിയമ അഡ്വൈസ് കൊടുക്കാറുണ്ട് അല്ലേ. അങ്ങനത്തെ രീതിയിൽ സ്പിരിച്വൽ ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ ഒരു പ്രഭാഷണമൊക്കെ നടത്തുന്ന അങ്ങനത്തെ ആളായിരിക്കാം. ഒന്നുകിൽ നിങ്ങളുടെ പേഴ്സൺ അങ്ങനെ ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ആ ഗ്രൂപ്പിലെ മെമ്പറാണ് 2 പേരും. അങ്ങനെ ഓക്കെ, അങ്ങനെ ഒരു ഇത് കാണുന്നുണ്ട്. അപ്പം കൂടുതലായിട്ട് ഡിവൈൻ്റെ അടുത്ത് കണക്ഷൻ ഉണ്ടാക്കുന്നതായിട്ടാണ് കാണുന്നത്. നിങ്ങൾക്ക് വേണ്ടിയിട്ട്, നിങ്ങളുടെ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് ഇവർ പ്രാർത്ഥിക്കുന്നതായിട്ടാണ് കാണുന്നത്. കാരണം ഇവർക്കൊരു ക്ലാരിറ്റി കിട്ടിയിട്ടില്ല. ആ ക്ലാരിറ്റി തരണേ എന്ന് പറഞ്ഞ് ഡിവൈൻ്റെ അടുത്ത് പ്രാർത്ഥിക്കുന്നതായിട്ടാണ് കാണുന്നത്. നിങ്ങളും ആയിരിക്കാം കേട്ടോ. കാരണം ഇവരുടെ മനസ്സിൽ എന്താണെന്ന് നിങ്ങൾക്ക് പിടി കിട്ടുന്നില്ല. അപ്പോൾ അതിനെ പറ്റിയിട്ടൊരു ക്ലാരിറ്റി വേണമെന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്. ഓക്കെ, ചിലർക്കെങ്കിലും ഒരു അബണ്ടൻസ് അവരുടെ ലൈഫിൽ വരുന്നതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, അതിനെ പറ്റിയിട്ട് നിങ്ങളുടെ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട്. ഓക്കെ, ഇവരുടെ ലൈഫിൽ തന്നെ ആയിരിക്കാനാണ് സാധ്യത. അവരുടെ ലൈഫിൽ നടന്ന എന്തോ ഒരു നല്ല കാര്യം നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യണമെന്ന് ഇവർ ആലോചിക്കുകയാണ് കേട്ടോ. അതുപോലെ നിങ്ങൾ തമ്മിൽ കണ്ടിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ തമ്മിൽ കാണാനൊരു സാഹചര്യം ഉണ്ടായെങ്കിൽ ഇവർ നിങ്ങളുടെ അപ്പിയറൻസിനെ കുറിച്ചിട്ട് ഇപ്പോൾ ആലോചിക്കുകയാണ്. നിങ്ങൾ എന്തെങ്കിലും ചേഞ്ച് നിങ്ങളുടെ രൂപത്തിൽ വരുത്തിയിട്ടുണ്ടായിരിക്കും. ഒന്ന് മുടി വെട്ടുകയോ അങ്ങനെ എന്തെങ്കിലും. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു കോൺഫിഡൻസ് നിങ്ങൾക്ക് ഇൻക്രീസ് ആയിട്ടുണ്ടാവും. അപ്പോൾ അത് നിങ്ങളുടെ പെരുമാറ്റത്തിൽ കാണുമല്ലോ. അപ്പോൾ ഇവർ അതിനെ പറ്റിയിട്ട് ഇങ്ങനെ ഒരു പോസിറ്റീവ് രീതിയിൽ തന്നെയാണ് ആലോചിക്കുന്നത് കേട്ടോ. എത്ര നല്ല മാറ്റമാണ് എൻ്റെ പേഴ്സൻ്റെ അടുത്ത് വന്നിരിക്കുന്നത് എന്ന് ഇവർ ആലോചിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ആലോചിക്കുന്നത് ഈ പറഞ്ഞ പോലെ ഒരു കൺഫ്യൂഷൻ അവിടെ ഉണ്ട്. ഓക്കെ, ഇവരെന്താ ഇങ്ങനെ പെരുമാറുന്നത്, ഇൻട്രസ്റ്റ് ഉണ്ടോ ഇല്ലയോ എന്നുള്ള കൺഫ്യൂഷൻ അതും ഉണ്ട് അവിടെ. കാരണം ഇപ്പുറത്തെ ജഡ്ജ്മെൻറ്റിൻ്റെ കാർഡാണ്. ലാക്ക് ഓഫ് ക്ലാരിറ്റി അവിടെ കാണുന്നുണ്ട്. കാരണം സെൽഫ് റെസ്ട്രിക്ഷൻ അവിടെ കാണുന്നുണ്ട് അല്ലേ. അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ നിങ്ങൾ തമ്മിൽ കണ്ടപ്പോൾ നിങ്ങളോ അവരോ ഒന്ന് റെസ്ട്രിക്റ്റഡ് ആയിട്ട് പെരുമാറിയിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇവർ വിചാരിക്കുന്നുണ്ടാവും എന്താണ് നടക്കുന്നതെന്ന് ഇവർക്ക് ക്ലാരിറ്റി കിട്ടുന്നില്ല. അപ്പോൾ ഇവരെന്താണ് ഭഗവാന്റെ അടുത്ത് പ്രാർത്ഥിക്കുകയാണ്, എന്തേലും ഒരു ക്ലാരിറ്റി തരൂ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നത് നിങ്ങളെപ്പറ്റി ഓർക്കുന്നുമുണ്ട്. അതേസമയം എന്താണ് ഇവരിങ്ങനെ ചേഞ്ചായിട്ട് ബിഹേവ് ചെയ്യുന്നത് എന്ന് ഇവരാലോചിക്കുന്നുണ്ടായിരിക്കും. കൂടുതലായിട്ട് നിങ്ങളുടെ ഫിസിക്കൽ അപ്പിയറൻസ് മാറ്റിയിട്ടുണ്ടാവാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ ഇവരുടെ ലൈഫിൽ ഒരു അബണ്ടൻസ് വന്നിട്ടുണ്ട്. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബോണസ് കിട്ടിക്കാണും, അല്ലെങ്കിൽ ഒരു പ്രൊമോഷൻ കിട്ടിക്കാണും. അത് നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യണമെന്നിവർ ചിന്തിക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ ഒരു റെസ്ട്രിക്റ്റഡ് മോഡിലാണ് അവിടെ നിൽക്കുന്നത്. കാരണം അവിടെ ഒരു ജഗ്ലിങ് സിറ്റുവേഷനാണ്, കൺഫ്യൂഷനിലാണ് അവർ. കൺഫ്യൂഷൻ തോട്ട് വരാൻ കാരണം പ്രോബബ്ലി അവിടെ ഒരു തേർഡ് പാർട്ടി ഉണ്ടായിരിക്കാൻ സാധ്യതയുണ്ട്. നിങ്ങളുടെ ലൈഫിലോ അവരുടെ ലൈഫിലോ ഒരു തേർഡ് പാർട്ടി തീർച്ചയായിട്ടും ഉള്ളതായിട്ട് കാണുന്നുണ്ട് കേട്ടോ. ക്ലാരിഫൈ 2 of Pentacles. Clarify 2 of Pentacles. Clarify 2 of Pentacles, please. റെസ്പോൺസിബിലിറ്റി തന്നെയാണ് അവിടെ, ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ തന്നെയാണ്. അവർക്ക് ജോലി ഉണ്ട്, അതേപോലെ അവരുടെ ഫാമിലിയുടെ റെസ്പോൺസിബിലിറ്റി അവരുടെ ചുമലിലാണ്. അതെല്ലാം കൊണ്ടാണ് അവരൊരു ജഗ്ലിങ് സിറ്റുവേഷനിൽ ഇരിക്കുന്നത് കേട്ടോ. കൂടുതലായിട്ടും സ്നേഹം ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഒരുപാട് സ്നേഹമുണ്ട്, ഇല്ല എന്നൊന്നും പറയാൻ പറ്റില്ല. പക്ഷേ നിങ്ങൾ തമ്മിൽ കാണാറുണ്ടായിരിക്കും ചിലപ്പോൾ. എല്ലാം ഉണ്ട്, സ്നേഹമുണ്ട്, തമ്മിൽ കാണാറുണ്ട്, സംസാരിക്കാറുണ്ട്. പക്ഷേ
പറയേണ്ട കാര്യം പറയാറില്ല എന്ന് തന്നെയാണ് കാണുന്നത് കേട്ടോ. ലോങ് ഡിസ്റ്റൻസും കാണുന്നുണ്ട്. തേർഡ് പാർട്ടി സിറ്റുവേഷൻ അവിടെ വളരെ പ്രബലമായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾ തമ്മിൽ കാണുമ്പോൾ നിങ്ങൾ എന്താ ചെയ്യുക, വളരെ ഫ്രണ്ട്ലി ആയിട്ട് സംസാരിച്ചിട്ട് പിരിയും. ഓക്കെ, അപ്പോൾ ഇവർ തിരിച്ചു പോയിട്ട് അല്ലെങ്കിൽ ലോങ് ഡിസ്റ്റൻസ് ആണല്ലോ, അത് കഴിഞ്ഞ് ഇവർ തിരിച്ചു പോകണം ഇവരുടെ റെസ്പോൺസിബിലിറ്റിയിലേക്ക്. പോയി കഴിയുമ്പോൾ ഇവർ ആലോചിക്കുന്ന ലോസ്റ്റ് ഓപ്പർച്യൂണിറ്റി ആണല്ലോ, ഞാനൊന്നും പറഞ്ഞില്ലല്ലോ എന്നിവർ ആലോചിക്കും. ഓക്കെ, അത് തന്നെയാണ് ഇവർ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ക്ലാരിഫൈ പേജ് ഓഫ് വോൺസ്. ക്ലാരിഫൈ പേജ് ഓഫ് വോൺസ്. വൈ ഈസ് പേജ് ഓഫ് വോൺസ് ഹിയർ? മെസ്സേജ് അയക്കണമെന്ന് ചിന്തിക്കുകയാണ്, ചെയ്യുന്നില്ല എന്നുള്ളതാണ്. വളരെ സ്പീഡായിട്ട് എത്രയും പെട്ടെന്ന് ഇനി വൈകിക്കാതെ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യണം എന്നൊക്കെ തന്നെയാണ് ഇവർ ആലോചിക്കുന്നത്. അടുത്ത ചിന്ത എന്താണ്, നിങ്ങളുടെ അടുത്തേക്ക് എത്രയും വേഗം എത്തണം, വീണ്ടും ഒരു റീയൂണിയൻ, നിങ്ങളെ കണ്ടു കാണും, വീണ്ടും കാണണം എന്നുള്ളൊരു ചിന്ത അവർക്കുണ്ട്. കാരണം നിങ്ങളുടെ അടുത്ത് സംസാരിക്കണം, കൂടുതൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. എപ്പോഴും തിരിച്ചു പോയി കഴിയുമ്പോൾ ഇവർക്ക് ലോസ്റ്റ് ഓപ്പർച്യൂണിറ്റിയുടെ ഫീലിംഗ് ആണ്. ഓക്കെ, അപ്പോൾ വീണ്ടും നിങ്ങളെ കാണണം എന്ന് പറയേണ്ട ഈ സൈക്കിൾ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യുകയാണ്. പക്ഷെ ഇവരൊന്നും പറയുന്നുമില്ല. ഓക്കെ, അങ്ങനെ ഈ സൈക്കിൾ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോയിക്കൊണ്ടിരിക്കും. വേൾഡിൻ്റെ കാർഡ് വെച്ചിട്ട് ഞാൻ പറയും, ഇത് വേൾഡും ഉണ്ട്, വീൽ ഓഫ് ഫോർച്യൂണും ഉണ്ട്. വീൽ ഓഫ് ഫോർച്യൂണും അങ്ങനെ തന്നെയാണ് നമ്മൾ പറയുക, അതായത് കണ്ടിന്യൂവേഷൻ, ലൂപ്പ് ഓഫ് ഇവൻറ്റ്സ് എന്ന് പറയും. ഈ സിറ്റുവേഷൻ ഇങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ക്ലാരിഫൈ നൈറ്റ് ഓഫ് സോട്ട്സ്. നൈറ്റ് ഓഫ് സോട്ട്സ് എന്താണെന്നും കൂടെ നമുക്കൊന്ന് നോക്കാം. നൈറ്റ് ഓഫ് സോട്ട്സ്, ഇവർ മെസ്സേജ് അയക്കുമോ ഇല്ലയോ? ഗിവ് മീ എ പോസിറ്റീവ് ഓർ നെഗറ്റീവ് കാർഡ് ഡിവൈൻ. ചിന്തകളിലാണ് കേട്ടോ, സ്റ്റക്കായിട്ട് നിൽക്കുന്നതാണ് കാണുന്നത്. കാരണം അവിടെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട്. അവർക്ക് കമ്മ്യൂണിക്കേഷൻ വളരെ ആഗ്രഹമുണ്ടെങ്കിലും നിങ്ങളെ ആദ്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഇവർക്ക് ഒരു മടി ഉണ്ട്. കാരണം അവിടെ ഒരു തേർഡ് പാർട്ടിയുടെ സാന്നിധ്യമുണ്ട്. നിങ്ങളെങ്ങനെ പ്രതികരിക്കുമെന്ന് അറിയാത്തതുകൊണ്ടും നിങ്ങളുടെ മൈൻഡിൽ എന്താണ് ആക്ച്വലി ഇവരോടുള്ള ഫീലിംഗ് എന്നിവർക്ക് ക്ലിയർ അല്ലാത്തതുകൊണ്ടും ഈ മെസ്സേജ് അയക്കാൻ മടിച്ച് നിൽക്കുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ. ക്ലാരിഫൈ 3 ഓഫ് കപ്സ്. അതായത് നിങ്ങൾ തമ്മിൽ കാണുമ്പോൾ നിങ്ങൾ ഒരു പക്ഷേ ഒന്നിൽ കൂടുതൽ ആൾക്കാർ കാണും നിങ്ങളുടെ ചുറ്റിനും. നിങ്ങൾ വളരെ ഫ്രണ്ട്ലി ആയിട്ട് ഇങ്ങനെ സംസാരിച്ച് പിരിയാറാണ് പതിവ്. ഓക്കെ, ക്ലാരിഫൈ 3 ഓഫ് കപ്സ്. അതിനെ പറ്റിയിട്ട് ആലോചിക്കേണ്ടവർ കാണും. നിങ്ങൾ തമ്മിൽ കാണാനുള്ള സാധ്യത വളരെ കാര്യമായിട്ട് തന്നെ കാണുന്നുണ്ട്. ക്ലാരിഫൈ 3 ഓഫ് കപ്സ്. കണ്ടിട്ട് ഇവർ പോയി എന്നാണ് കാണുന്നത്. കാരണം വേൾഡ് കാർഡ് ഉണ്ട്, 2 ഓഫ് വോൺസും ഉണ്ട്. ലോങ് ഡിസ്റ്റൻസ് ആണ് അവിടെ. ഇപ്പോൾ നിങ്ങളിത് കാണുന്ന സമയത്ത് അവർ നിങ്ങളുമായിട്ട് ലോങ് ഡിസ്റ്റൻസിലാണ്. ഓക്കെ, കാരണം ഈ ഫ്രണ്ട്ലി ആയിട്ട് സംസാരിച്ച് പിരിയാൻ കാരണം എന്താണ്, അപ്പുറത്തൊരു ഫാമിലി ഉണ്ട്, തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട്. ഓക്കെ, അത് ഉള്ളത് കൊണ്ടാണ് അതിനൊരു ഇമ്പോർട്ടൻസ് അവിടെ കൊടുത്തേ പറ്റൂ എന്നുള്ളൊരു സിറ്റുവേഷൻ നിങ്ങൾക്കുമായിരിക്കാം അവർക്കുമായിരിക്കാം. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു രീതിയിൽ ഈ ലൂപ്പ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇത് പുറത്ത് കടക്കാൻ പറ്റുമോ ഇല്ലേ എന്നുള്ളത് സമയം തന്നെ തീരുമാനിക്കണം അല്ലേ. നെക്സ്റ്റ് ആക്ഷൻ വേണമെങ്കിൽ നമുക്ക് നോക്കാം. ഡിവൈൻ പ്ലീസ് ഗിവ് നെക്സ്റ്റ് ആക്ഷൻ ഫ്രം മൈ വ്യൂവേഴ്സ് പേഴ്സൺ. What will be the next action expected from my viewers person? What is the next action expected from my viewers person? ഈ ലൂപ്പ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകുന്നതായിട്ട് തന്നെയാണ് കാണുന്നത്. വീക്ക് ആഫ്റ്റർ വീക്ക്, മന്ത് ആഫ്റ്റർ മന്ത് നിങ്ങളിങ്ങനെ കാണുന്നു. റീയൂണിയനിൽ വരുന്നു, കാണുന്നു, സംസാരിക്കുന്നു, ഒന്നും പറയുന്നില്ല, ഫ്രണ്ട്ലി സംഭാഷണം, തിരിച്ചു പോകുന്നു. ഈ ലൂപ്പ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. അതിനെപ്പറ്റിയാണ് ഇവർ ചിന്തിക്കുന്നത്. ഇവർക്ക് ഈ ലൂപ്പിൽ നിന്ന് പുറത്ത് കടന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. കാരണം ഫൂളിൻ്റെ കാർഡ് ഉണ്ട്. പക്ഷേ അവിടെ അപ്പോഴും പ്രാക്ടിക്കലായിട്ട് അവർ ഒരു നിമിഷം ചിന്തിക്കുകയാണ്. കാരണം അപ്പുറത്ത് ഫാമിലി ഉണ്ട്, അതിനെ കളയാൻ പറ്റുമോ എന്നുള്ള ഒരു പ്രാക്ടിക്കൽ ചിന്ത അവിടെ അവരെ സ്റ്റോപ്പ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ. നെക്സ്റ്റ് ആക്ഷനിൽ ഹാങ്ഡ് മാൻ സെക്കൻഡ് ടൈം. ഓക്കെ, ഹാങ്ഡ് മാൻ ആണ്. ഇനി അവരുടെ ചിന്ത മാറി വരണം. ഓക്കെ, അത് സ്റ്റക്ക് സിറ്റുവേഷനിൽ ഇരിക്കുകയാണ്. പക്ഷെ അവിടെ നിന്ന് അവരുടെ ചിന്ത മാറി വന്നാൽ മാത്രമേ അവർ മുന്നോട്ട് പോവുകയുള്ളൂ. ചാരിയറ്റ്, പക്ഷേ അവർ ചാരിയറ്റ് വീണ്ടും സെക്കൻഡ് ടൈമാണ് നിങ്ങളെ കാണാൻ വരണം, ഒരു ഡിറ്റർമിനേഷനോടുകൂടി വരണം എന്നൊക്കെ ഇവർ കാര്യമായിട്ട് തന്നെ ആലോചിക്കുന്നുണ്ട് കേട്ടോ. ആ ചിന്ത മാറി വരുമായിരിക്കും. വിൽ ദ ഹാങ്ഡ് സിറ്റുവേഷൻ ചേഞ്ച് ഡിവൈൻ?
Will the hanged situation change? നൊസ്റ്റാൾജിയാണ്. ഓക്കെ, ചിന്തകളിൽ നിങ്ങൾ തന്നെ ഉള്ളൂ. ഇങ്ങനെ പഴയ കാര്യങ്ങൾ, നിങ്ങൾ അയച്ച മെസ്സേജസ് എടുത്ത് നോക്കുന്നുണ്ടാവും. അങ്ങനെ നിങ്ങളുമായിട്ട് സ്പെൻഡ് ചെയ്ത മൂമെൻറ്റ്സ് ഓർത്തിരിക്കുകയാണ്. നിങ്ങളുടെ അടുത്തേക്ക് എത്രയും വേഗം വരണം എന്നുള്ളൊരു ആലോചന തന്നെയാണ് അവിടെ കൂടുതലായിട്ടും കാണുന്നത്. 6 ഓഫ് കപ്സ് എന്ന് പറയുന്ന ഒരു പോസിറ്റീവ് കാർഡാണ്. ഈ സിറ്റുവേഷൻ ചേഞ്ച് ആവുമോ എന്ന് ചോദിച്ചാൽ ചേഞ്ച് ആവുമെന്ന് നമുക്ക് എടുക്കാം അവിടെ. ഡിവൈൻ, ഗിവ് മീ നെക്സ്റ്റ് ആക്ഷൻ, ഫ്യൂ മോർ കാർഡ്സ്. 9 ഓഫ് കപ്സ്. 9 ഓഫ് കപ്സ് വെച്ചിട്ട് ഒരു വിഷ് ഫുൾഫിൽമെൻറ്റ് നിങ്ങൾക്ക് വരുന്നതായിട്ടാണ് അവിടെ കാണുന്നത്. 9 ഓഫ് കപ്സ് വെച്ചിട്ട് ഒരു വിഷ് ഫുൾഫിൽമെൻറ്റ് നിങ്ങൾക്ക് വരുന്നതായിട്ടാണ് കാണുന്നത്. അവരെന്തെങ്കിലും ഒരു കാര്യം നിങ്ങളോട് സംസാരിച്ച് തുറന്ന് പറയുമായിരിക്കും. സം മോർ കാർഡ്സ് പ്ലീസ്. 10 ഓഫ് സ്വാർഡ്സ്. ലോങ് ഡിസ്റ്റൻസ് ആണ് അവർ ഇപ്പോൾ നിങ്ങളുടെ അടുത്തുനിന്ന്. ലോങ് ഡിസ്റ്റൻസിലാണ് നിങ്ങൾ തമ്മിൽ കണ്ടിരുന്നെങ്കിൽ അവർ തിരിച്ചു പോയി എന്നാണ് കാണിക്കുന്നത്. വളരെ സന്തോഷത്തോടെ ഒന്നും അല്ല പോയിരിക്കുന്നത്. അവർക്ക് പോയേ തീരൂ. കാരണം അവിടെ അവരുടെ റെസ്പോൺസിബിലിറ്റി, അവരുടെ ജോലി അവിടെയുണ്ട്. അതുകൊണ്ട് അവർക്ക് പോയേ തീരൂ. പ്രോബബ്ലി അവരുടെ ഫാമിലി അവിടെ കാണുമായിരിക്കും. 5 ഓഫ് പെൻറ്റക്കിൾസ്. ഞാൻ പറഞ്ഞില്ലേ, ജോലി അവിടെയാണ്. പൈസ സമ്പാദിക്കാൻ ഇവർക്ക് ആ ലോങ് ഡിസ്റ്റൻസിലേക്ക് പോയേ പറ്റൂ. അപ്പോൾ അവർ യാത്രയായി എന്നാണ് കാണിക്കുന്നത് കേട്ടോ. 4 ഓഫ് വാൻഡ്സ്. നെക്സ്റ്റ് ആക്ഷനിൽ ചിലർക്കെങ്കിലും ഒരു പ്രപ്പോസൽ വരുന്നതായിട്ട് തന്നെയാണ് കാണുന്നത്. വിഷ് ഫുൾഫിൽമെൻറ്റ് കാണുന്നുണ്ട് അവിടെ. അതേപോലെ ചാരിയറ്റ് കാണേണ്ട ഒരു സ്ട്രോങ് ഡിറ്റർമിനേഷനോടുകൂടി ഇവർ വരുന്നതായിട്ട് കാണുന്നുണ്ട്. ഒരു പ്രപ്പോസൽ വരുന്നതായിട്ട് കാണുന്നുണ്ട്. അവിടെയും നിങ്ങളുടെ പേഴ്സണോ ഒരു കമ്മ്യൂണിക്കേഷൻ എന്തായാലും വരുന്നുണ്ട്. ഓക്കെ, ഒരു മെസ്സേജ്, ഒരു കോള് എല്ലാം തീർച്ചയായിട്ടും നിങ്ങൾക്ക് വരുന്നുണ്ട്. ഇവർ പ്രപ്പോസ് ചെയ്യുമോ ഇല്ലയോ എന്നുള്ളതൊക്കെ അവിടെ ഇരിക്കട്ടെ. ഒരു കമ്മ്യൂണിക്കേഷൻ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വരുന്നുണ്ട്. നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ ഒരു യൂണിഫോംഡ് ജോബിലായിരിക്കാനുള്ള സാധ്യത വളരെ പ്രബലമായിട്ട് 2 കാർഡ് വന്നിട്ടുണ്ട്. സെയിം കാർഡ് ട്വൈസ് റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഏസ് ഓഫ് സ്വാർഡ്സ്. അവർക്കൊരു റിയാലിറ്റി ചെക്ക് കിട്ടി. ഒരു പക്ഷേ നിങ്ങളെ കണ്ട് സംസാരിച്ചപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം ഇവർക്ക് മനസ്സിലായി കാണണം. ഓക്കെ, ഒന്നുകിൽ നിങ്ങളുടെ ഫീലിങ്സിനെ പറ്റിയിട്ട് ഇവർക്കൊരു ക്ലാരിറ്റി കിട്ടിയിട്ടുണ്ട്, അല്ലെങ്കിൽ എന്തോ ഒരു തീരുമാനം അവർ എടുത്തതായിട്ടാണ് കാണുന്നത്. അവർ ഇൻസെക്യൂറായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്, സങ്കടം ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. അതായത് നിങ്ങളെ വിട്ടു പോവേണ്ട ഒരു സിറ്റുവേഷൻ വന്നിരിക്കുകയല്ലേ. അപ്പം ഒരു ഇൻസെക്യൂരിറ്റി അവർ ഫീൽ ചെയ്യുന്നുണ്ട്. ഇനി നിങ്ങളെ കാണാൻ വരുമ്പോഴും ഇതേ ഇൻസെക്യൂരിറ്റിയോട് കൂടി തന്നെയാണ് ഇവർ കാണാൻ വരുന്നത്. ഓക്കെ, കാരണം നിങ്ങളുടെ തീരുമാനം എന്തായിരിക്കും എന്ന് അവർക്കൊരു ജഗ്ലിംഗ് സിറ്റുവേഷൻ ആണ്. 2 ഓഫ് പെൻറ്റക്കിൾസ് വെച്ചിട്ട് അഥവാ ഇവർ നിങ്ങളെ പ്രപ്പോസ് ചെയ്താൽ തന്നെ, ഇവരുടെ ഫീലിങ്സ് നിങ്ങളുടെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ തന്നെ നിങ്ങളുടെ റിയാക്ഷൻ എന്തായിരിക്കും എന്നൊരു ഭയം ഇവർക്ക് ഉള്ളതായിട്ടാണ് കാണുന്നത് കേട്ടോ. ഇത് നിങ്ങൾക്കും ആവാം. നിങ്ങൾ അങ്ങോട്ട് പ്രപ്പോസ് ചെയ്താൽ, നിങ്ങൾ പോയി അവരുടെ അടുത്ത് പറയുന്നു, ഇഷ്ടം തുറന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് 2 പേർക്കും അറിയാം നിങ്ങൾക്ക്. കാരണം 2 ഓഫ് കപ്സ് ഇവിടെ ഉള്ളതുകൊണ്ട് ഈക്വൽ ഈക്വൽ ഫീലിങ്സ് ആണ് അവിടെ കേട്ടോ. അതുമല്ല, ഇന്ന് മിററിങ് എനർജിയാണ് കംപ്ലീറ്റ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. കാരണം എനിക്കത് ഫീൽ ചെയ്യാൻ പറ്റും. ഓക്കെ, മിററിങ് ആണ്. നിങ്ങൾ എന്താണോ ഫീൽ ചെയ്യുന്നത് അത് തന്നെയാണ് അതർ പേഴ്സണും ഫീൽ ചെയ്യുന്നത്. ഓക്കെ, നിങ്ങൾക്ക് വിളിക്കണം എന്ന് ആഗ്രഹമുണ്ട്, അവർക്കും വിളിക്കണം എന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ അവിടെ ഒരു സിറ്റുവേഷൻ അങ്ങനെ ആയതുകൊണ്ട് നിങ്ങളും സ്വയം റെസ്ട്രിക്റ്റ് ചെയ്യുന്നു, അവരും സ്വയം റെസ്ട്രിക്റ്റ് ചെയ്യുന്നു. നിങ്ങൾക്കും ഇൻസെക്യൂരിറ്റി ഫീൽ ചെയ്യുന്നു, അവർക്കും ഇൻസെക്യൂരിറ്റി ഫീൽ ചെയ്യുന്നു. അവർക്കും തോന്നുന്നുണ്ട് നിങ്ങൾ അവരുടെ തേർഡ് പാർട്ടീനെയാണോ പ്രിഫർ ചെയ്യുന്നത്, നിങ്ങൾക്കും തോന്നുന്നുണ്ട് അവരുടെ തേർഡ് പാർട്ടീനെയാണോ പ്രിഫർ ചെയ്യുന്നതെന്ന്. അങ്ങനെ ഒരു ജഗ്ലിങ്ങിൽ നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. ഓക്കെ, അവരുടെ മെസ്സേജസ്, അവർക്ക് നിങ്ങളുടെ അടുത്ത് എന്താണ് പറയാനുള്ളതെന്നും കൂടെ നമുക്ക് നോക്കാം. ഇത്രയും സ്നേഹം കണ്ട സ്ഥിതിക്ക് ഇവർക്ക് എന്താണ് നിങ്ങളോട് പറയാൻ. ഞാൻ ടാരോ വഴി തന്നെയാണ് നോക്കാൻ പോകുന്നത് കേട്ടോ. മെസ്സേജസ് എടുക്കുന്നതിന് മുന്നേ ഒരു കാര്യം, നാളെയും മറ്റന്നാളും ചിലപ്പോൾ വീഡിയോസ് കുറച്ച് ലേറ്റാവും വരാൻ. യൂഷ്വൽ ടൈമിന് ഉണ്ടാവുമെന്ന് അറിയില്ല. കാരണം എൻ്റെ ഹസ്ബൻഡ് ഇന്ന് ലീവിന് വരുന്നുണ്ട്. ഓക്കെ, വെക്കേഷന് വരുന്നുണ്ട്. പുള്ളി അബ്രോഡാണ്. അപ്പോൾ ആൾ ആക്ച്വലി ഒരാഴ്ചത്തേക്കേ ഉള്ളൂ. ഓക്കെ,
അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഫാമിലി റിലേറ്റഡ് കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുണ്ട്. അതിൻ്റെ ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ട്. അപ്പോൾ ഇത് പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് പുള്ളി വന്നിട്ടുണ്ടാവും ഓൾറെഡി. ഓക്കെ, അത് കാരണം കുറച്ചൊന്ന് ഡിലേ വന്നാൽ ക്ഷമിക്കുക. ഓക്കെ, കഴിയുന്നതും ഞാൻ വീഡിയോ ഇടും കേട്ടോ. എങ്ങാനും ഒരു ദിവസം വല്ലതും സ്കിപ്പായാൽ വിചാരിച്ചാൽ മതി, വേറെ പ്രശ്നമൊന്നും അല്ല. എന്തെങ്കിലും ഫാമിലി റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും കാര്യത്തിന് പോയതായിരിക്കും എന്ന് വിചാരിച്ചാൽ മതി. ഓക്കെ, ജസ്റ്റ് നിങ്ങളുടെ അടുത്തൊന്ന് ഇൻഫോം ചെയ്യണമെന്ന് തോന്നി. ഓക്കെ, അപ്പോൾ നമുക്ക് മെസ്സേജസ് നോക്കാം. ഡിവൈൻ, എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൺ എജിറ്റേറ്റഡ് ആണ്, എക്സൈറ്റഡ് ആണ്, എക്സൈറ്റ്മെൻ്റ് ആണോ എജിറ്റേഷൻ ആണോ, എന്താണ് അവർ ഫീൽ ചെയ്യുന്നതെന്ന് അവർക്ക് തന്നെ അറിയാൻ വയ്യാത്തൊരവസ്ഥയാണ് അല്ലേ? നിങ്ങളും ആയിരിക്കാം കേട്ടോ, കാരണം മിററിങ് എനർജിയാണ്. ഡിവൈൻ, പ്ലീസ് ഗീവ് us മെസ്സേജസ് ഫ്രം മൈ വ്യൂവേഴ്സ് പേഴ്സൺ. എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ മെസ്സേജസ് എന്താണ് അവർക്ക് വേണ്ടിയിട്ട് എന്ന് പറയൂ. ജഗ്ലിംഗ് ആണ്, കൺഫ്യൂസ്ഡ് ആണ്, ഇമോഷണൽ ആണ്, ഡിസിഷൻ എടുക്കാൻ പറ്റാതെ കൺഫ്യൂസ്ഡ് ആയിട്ടിരിക്കുകയാണ് എന്ന് ഇവർ പറയാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് നിങ്ങളുടെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാത്തത്. പക്ഷേ ഈ ഒരു സിറ്റുവേഷനിൽ ഭയങ്കര പെയിൻ ഇവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്കും ആവാം കേട്ടോ. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇതെല്ലാം മിററിങ് എനർജിയിൽ എടുത്തോളണേ. ഇന്ന് അങ്ങനെയാണ് എനിക്ക് കണക്റ്റ് ആവുന്നത്. ഓക്കെ, വളരെ വേദന ഇവർ അനുഭവിക്കേണ്ടതെന്ന് നിങ്ങളുടെ അടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നു. കണ്ടോ, ചിന്തയുണ്ട്. നിങ്ങൾക്ക് മെസ്സേജ് അയക്കണം, നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. നിങ്ങളുടെ ഓൺലൈൻ കാര്യങ്ങൾ ഇവർ സ്റ്റോക്ക് ചെയ്യുന്നുണ്ടായിരിക്കും. നിങ്ങളുടെ പഴയ മെസ്സേജസൊക്കെ എടുത്ത് ഇവർ വായിക്കുന്നുണ്ടായിരിക്കും. നിങ്ങളുടെ DP അപ്ഡേറ്റ്സ് എന്തെങ്കിലും ഇടുന്നുണ്ടെങ്കിൽ അതെല്ലാം ഇവർ നോക്കുന്നുണ്ടായിരിക്കും. ഓക്കെ, ക്ലൗഡി തോട്ട്സ് ആയിട്ടാണ് തോന്നുന്നത്. വീണ്ടും വീണ്ടും ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവർക്ക് മെസ്സേജ് അയക്കണം, അവർ തന്നെയാണ് പറയുന്നത്. ഒന്നുകിൽ ഇവർ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു ഇവർക്കൊരു മെസ്സേജ് അയക്കൂ എന്ന്. ഓക്കെ, നിങ്ങൾ ഇവർക്കൊരു മെസ്സേജ് അയക്കൂ എന്ന് ഇവർ പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. അല്ലെങ്കിൽ അവർ പറയാൻ ആഗ്രഹിക്കുന്നു എനിക്ക് നിങ്ങൾക്കൊരു മെസ്സേജ് അയക്കണം, പക്ഷേ ഈ പ്രശ്നങ്ങൾ കാരണം ഞാൻ കൺഫ്യൂസ്ഡ് ആണ്, അയക്കണോ വേണ്ടയോ, നിങ്ങളുടെ പ്രതികരണം എന്തായിരിക്കും എന്നൊക്കെ ഉള്ള ചിന്തയാണ് എനിക്ക് എന്ന് ഇവർ പറയാൻ ആഗ്രഹിക്കുന്നു കേട്ടോ. അതേപോലെ ഒരുപാട് വേദന അനുഭവിക്കുന്നുണ്ട്, അതും പറയാൻ ആഗ്രഹിക്കുന്നു. ഫിസിക്കലി അല്ല, മനസ്സിൽ ഒരുപാട് വേദന അനുഭവിക്കുന്നു എന്ന്. നിങ്ങൾ അവരുടെ ഒരു വിഷ് ഫുൾഫിൽമെൻ്റ് ആണ് എന്ന് അവർക്കറിയാം എന്ന് അവർ പറയുന്നു. സ്റ്റാർ കാർഡാണ് വന്നത്. നിങ്ങൾക്കൊരു പ്രപ്പോസൽ തരണം എന്ന് ഇവർ പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഇവരുടെ ലൈഫിൽ ഉള്ള എന്തോ ഒരു ഇവൻ്റ് നിങ്ങളെ അറിയിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് കേട്ടോ. എന്തോ ഒരു ഇവൻ്റ് ഇവർക്കുണ്ട്, അത് നല്ല കാര്യം തന്നെയാണ്. അത് ഇവരെ നിങ്ങളെ അറിയിക്കാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ തമ്മിൽ കണ്ടപ്പോൾ, ഇത് ഈ 9 ഓഫ് പെൻഡക്കിൾസ് നമ്മുടെ റീഡിങ്ങിൽ വന്നിട്ടുണ്ടായിരുന്നു. നിങ്ങൾ തമ്മിൽ കണ്ടപ്പോൾ നിങ്ങളുടെ ഫിസിക്കൽ അപ്പിയറൻസിൽ അല്ലെങ്കിൽ നിങ്ങളുടെ കോൺഫിഡൻസിലൊക്കെ വരുത്തിയ ഒരു മാറ്റം ഉണ്ടല്ലോ, അത് ഇവർക്ക് വളരെയധികം ഇമ്പ്രസ്ഡ് ആണ്. അത് നിങ്ങളുടെ അടുത്ത് പറയണം. അതായത് നിങ്ങളുടെ അടുത്ത് പറയണം എന്നുണ്ടാവും, യു ആർ ലുക്കിംഗ് ബ്യൂട്ടിഫുൾ, അല്ലെങ്കിൽ യുവർ ചേഞ്ച് ഈസ് ബ്യൂട്ടിഫുൾ, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്തൊരു വർക്ക് അത് നല്ലതാണ് എന്നൊക്കെ പറഞ്ഞൊരു അപ്രീസിയേഷൻ തരണം എന്ന് ഇവർക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പം പറയാൻ പറ്റിയില്ല. പക്ഷെ ഇപ്പോൾ അവർ ഈ മെസ്സേജിൽ കൂടെ നിങ്ങളുടെ അടുത്ത് പറയുകയാണ് കേട്ടോ. അന്ന് നിങ്ങൾ തമ്മിൽ കണ്ടപ്പോൾ ഇവർ റെസ്ട്രിക്റ്റഡ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ലോങ് ഡിസ്റ്റൻസിലാണ്. അവർക്ക് അറിയാം, അവർക്ക് അവരുടെ ജോലിയിൽ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട ഒരു സാഹചര്യമുണ്ട്. ഓക്കെ, ഒരു എന്താ പറയുക, റെസ്പോൺസിബിലിറ്റി ഉണ്ട്. അതുകൊണ്ട് ഇവരുടെ എനർജി കുറച്ച് സ്ലോ ഡൗൺ ആണ്. ഇവർക്ക് ഉടനെ നിങ്ങളുടെ അടുത്ത് വരാനോ കോണ്ടാക്ട് ചെയ്യാനോ സാധിക്കില്ല എന്ന് ഇവർ പറയാൻ ആഗ്രഹിക്കുന്നു കേട്ടോ. ഒരു സിറ്റുവേഷനിൽ സ്റ്റക്കാണ് അവർ. റെസ്പോൺസിബിലിറ്റി ആണ്, നമ്മൾ അറിയാമല്ലോ. എന്താ പറയുക, 2 വേ ജഗ്ലിങ് അവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ ക്രോസ് റോഡ് സിറ്റുവേഷൻ വരുമ്പോൾ തേർഡ് പാർട്ടി അവിടെ ഉണ്ട്. ഓക്കെ, തേർഡ് പാർട്ടി ഞാൻ പറയാറുണ്ട്, ആരും ആവാം, എന്തും ആവാം അല്ലേ. സ്പൗസ് തന്നെ ആയിക്കൊള്ളണമെന്നില്ല. എക്സ്റ്റെൻഡഡ് ഫാമിലി ആവാം, ഫാദർ മദർ അങ്ങനത്തെ റിലേഷൻസ് ആവാം, അവരുടെ ജോബ് റെസ്പോൺസിബിലിറ്റി ആവാം, എല്ലാം എന്ത് വേണമെങ്കിലും അവിടെ സ്റ്റക്കാണ് അവർ. പക്ഷെ അവരുടെ ചിന്തകൾ മാറി വരുന്നുണ്ട് കേട്ടോ. മാറി വരുന്നതായിട്ട് തന്നെയാണ് കാണുന്നത്. ഇവർ പ്രാർത്ഥിക്കുന്നുണ്ട് ഈ സിറ്റുവേഷൻ
മാറി വരണേ എന്നിവർ ആഗ്രഹിക്കുന്നു എന്ന് നിങ്ങളുടെ അടുത്ത് പറയാനാണ് ഇവർ ട്രൈ ചെയ്യുന്നത് കേട്ടോ. നിങ്ങളുടെ അടുത്ത് വീണ്ടും വരണം, ഒരു അപ്പോളജിയൊക്കെ ആയിട്ട് സംസാരിക്കണം എന്നൊക്കെ ഇവർ കാര്യമായിട്ട് തന്നെ ആലോചിക്കേണ്ട. കമ്മ്യൂണിക്കേഷൻ, നിങ്ങളുടെ അടുത്തേക്ക് വരവ് ഒക്കെ ഇവരുടെ മനസ്സിലുണ്ട്. അതുതന്നെയാണ് ഇവർ നിങ്ങളുടെ അടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നത് കേട്ടോ. നിങ്ങളെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് ഓൾറെഡി. നിങ്ങൾ ഉടനെ കണ്ടതാണെങ്കിലും ഓൾറെഡി നിങ്ങളെ അവർ മിസ് ചെയ്യുന്നുണ്ട് എന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. ഒരു ഹീലിംഗ് പ്രോസസ്സിൽ കൂടെ അവർ പോകുന്നുണ്ട്. ഒരു പക്ഷേ ഒരു അമ്പലം, പള്ളി ഒക്കെ വിസിറ്റ് ചെയ്യുന്നുണ്ടാവും. ഓക്കെ, നിങ്ങളുമായിട്ടൊരു ഈക്വൽ ഗീവ് ആൻഡ് ടേക്കിൽ എത്തണം എന്നിവർ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് എന്നിവർ പറയാൻ ആഗ്രഹിക്കുന്നു കേട്ടോ. നിങ്ങളെ പ്രതി ഒരുപാട് ഇമോഷണലാണ്, അതും ഇവർ പറയാൻ ആഗ്രഹിക്കുന്നു. ഡിവൈൻ ബ്ലെസ്സിങ്സ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണമെന്ന് ഇവർ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. നിങ്ങളും ഫൈനാൻസസിൽ ശ്രദ്ധിക്കുന്നുണ്ട് എന്ന് ഇവർക്ക് മനസ്സിലായി. നിങ്ങൾക്കും റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട് എന്നിവർ മനസ്സിലാക്കുന്നു എന്നും ഇവർ പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, അതുപോലെ അവർക്ക് ജോലി റെസ്പോൺസിബിലിറ്റി ഉണ്ട്, അവരുടെ ഫാമിലിയുടെ റെസ്പോൺസിബിലിറ്റി ഉണ്ട്. ഫൈനാൻസസിൽ ഇപ്പോൾ ശ്രദ്ധിച്ചേ മതിയാകൂ എന്നും ഇവർ നിങ്ങളുടെ അടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നുണ്ട് കേട്ടോ. 3 മെസ്സേജസ് കൂടെ ഞാൻ എടുക്കാം. ഗിവ് മീ സം മോർ മെസ്സേജസ്, ഗിവ് മീ സം മോർ മെസ്സേജസ് ഡിവൈൻ, give me some more messages from my viewers person. ജോലി ഭാരം കൊണ്ട് ഇവർ എക്സോസ്റ്റഡ് ആണ്, തളർച്ച ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. ടയേർഡാണ് എന്ന് പറയാനും ഇവർ ആഗ്രഹിക്കുന്നുണ്ട്. ഭയങ്കര ഇമോഷണലായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്, അതും പറയാൻ ആഗ്രഹിക്കുന്നു കേട്ടോ. കാരണം നിങ്ങളുടെ അടുത്ത് ഒന്നും തുറന്ന് പറയാൻ സാധിക്കുന്നില്ല. അത് പിന്നെ മനസ്സിൽ അടക്കി പിടിക്കുന്നതിൻ്റെ ഒരു ബേർഡനും ഉണ്ട്. ആ ബേർഡൻ കൊണ്ട് ആകെ ഒരു വീക്ക്നെസ് തോന്നുന്നുണ്ട്, ഇമോഷണലി വീക്കായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യേണ്ട, എപ്പോഴും നിങ്ങളെപ്പറ്റി തന്നെയാണ് ഓർക്കുന്നത് എന്ന് പറയാൻ ആഗ്രഹിക്കുന്നു കേട്ടോ. പ്രാർത്ഥിക്കുന്നുണ്ട്, നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് പ്രാർത്ഥിക്കുന്നുണ്ട്. മാനിഫെസ്റ്റേഷൻ ഒരുപാട് ചെയ്യുന്നതായിട്ടാണ് കാണുന്ന 2 പേരും തന്നെ കേട്ടോ, ഒരാളല്ല. ഇത് മിററിങ് എനർജിയാണ് ഇന്ന് കണക്റ്റ് ആയിരിക്കുന്നത്. ഞാൻ വീണ്ടും പറയുകയാണ്. ഓക്കെ, നിങ്ങൾ 2 പേരും ചെയ്യുന്ന കാര്യങ്ങളാണ് ഇവിടെ ഞാൻ പറഞ്ഞതിപ്പോൾ. ഓക്കെ, നിങ്ങൾ അവർക്ക് കൊടുക്കുന്ന മെസ്സേജും അവർ നിങ്ങൾക്ക് തരുന്ന മെസ്സേജും ഇത് തന്നെയാണ്. നിങ്ങളോ അവരോ ഒരുപാട് ടാരോ റിലേറ്റഡ് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഓക്കെ, അത് നമുക്ക് തന്നെ അറിയാമല്ലോ ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം. അവരും ചെയ്യുന്നുണ്ടെന്നാണ് കാണുന്നത് കേട്ടോ. അവരും ടാരോ റിലേറ്റഡ് കാര്യങ്ങൾ നോക്കുന്നുണ്ട്, നിങ്ങളും ടാരോ റിലേറ്റഡ് കാര്യങ്ങൾ നോക്കുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ ജ്യോതിഷപരമായിട്ടോ ടാരോ റീഡറായിട്ടോ പിന്നെ വേറെ എന്താണ് അങ്ങനെ ഓക്കൽ റിലേറ്റഡ് എന്തെങ്കിലുമൊക്കെ പ്രാക്ടീസസ് ചെയ്യുന്ന സ്പിരിച്വൽ ആയിട്ടുള്ള ഒരാളായിരിക്കാനും സാധ്യതയുണ്ട് കേട്ടോ. ടാരോ പ്രബലമായിട്ട് അവിടെ കാണുന്നു. ഇവർക്ക് പിന്നെ തോന്നുന്നുണ്ട് നിങ്ങളുമായിട്ട് ഒരു ടെലിപ്പതി കമ്മ്യൂണിക്കേഷൻ ഇവർക്ക് പോസിബിൾ ആണെന്ന്. അതാണ് ഇവരിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഇവർ പറയേണ്ട, ഞാൻ നിങ്ങളുടെ അടുത്ത് നിങ്ങളുടെ ഫീലിങ്സും കാര്യങ്ങളും, കാരണം ഇവർക്ക് ക്ലാരിറ്റി കിട്ടിയിട്ടില്ല എന്താണ് നിങ്ങളുടെ ഫീലിംഗ് എന്നുള്ളത്. അപ്പോൾ ഇവരെന്താ ചെയ്യുന്നത്, ഇവർ ശ്രമിക്കുന്നത് ടാരോയിൽ കൂടെ അല്ലെങ്കിൽ ടാരോ റീഡിങ്സ്, ജനറൽ റീഡിങ്സ് ഒക്കെ നോക്കുന്നുണ്ടായിരിക്കും. നിങ്ങളും അതിനെ ശ്രമിക്കുന്നുണ്ടല്ലോ. അവരുടെ ഫീലിങ്സ് മനസ്സിലാക്കാൻ, അല്ലെങ്കിൽ നിങ്ങളുടെ ഫീലിങ്സ് അവർക്ക് മനസ്സിലാക്കാൻ അവർ ശ്രമിക്കുന്നത് ഇതിൽ കൂടെയാണ് എന്ന് ഇവർ പറയാൻ ആഗ്രഹിക്കുന്നു കേട്ടോ. അതേപോലെ 2 more cards please divine, please give me 2 more cards. അവർക്ക് വല്ലാത്തൊരു പെയിൻ ഫീൽ ചെയ്യുന്നുണ്ട്, ഒരു ഹാർട്ട് ബ്രേക്ക്. കാരണം അവിടെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട് കേട്ടോ. തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉള്ളത് കൊണ്ട് ഒരു ഹാർട്ട് ബ്രേക്ക് സിറ്റുവേഷൻ തന്നെയാണ് അവിടെ. അതവർക്ക് ഒരു സങ്കടം ഒക്കെ ഫീൽ ചെയ്യിക്കുന്നുണ്ട്. നിങ്ങൾ തമ്മിൽ സംസാരിച്ച കാര്യങ്ങൾ അവർ ഓർക്കുന്നു എന്ന് പറയുകയാണ് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾ തമ്മിൽ കണ്ടപ്പോൾ ഒരു ഫ്രണ്ട്ലി സംഭാഷണം നടത്തിയിട്ട് പിരിഞ്ഞു കാണും. ഓക്കെ, കാര്യങ്ങൾ ആലോചിക്കുകയാണ്. കാരണം അവർക്കൊരു ഹാർട്ട് ബ്രേക്ക് സിറ്റുവേഷൻ വന്നു. കാരണം അവർക്ക് അവരുടെ കാര്യം എക്സ്പ്രസ് ചെയ്യാൻ സാധിച്ചില്ല, നിങ്ങൾക്കും നിങ്ങളുടെ കാര്യം എക്സ്പ്രസ് ചെയ്യാൻ സാധിച്ചില്ല. അപ്പോൾ 2 പേരും തന്നെ അതിനെപ്പറ്റി ഓർക്കുന്നതായിട്ടാണ് കാണുന്നത്. ഒരു ലോസ്റ്റ് ഓപ്പർച്യൂണിറ്റി എന്നുള്ള ഒരു
ഇതിലാണ്. നിങ്ങൾ തമ്മിലൊരു ഫ്രണ്ട്ഷിപ്പിൽ കണ്ടു പോയി, അത്ര തന്നെ. ലാസ്റ്റ് അവർക്ക് ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്, നിങ്ങൾക്കും ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട് എന്നിവർ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് കുറച്ച് പ്രാക്ടിക്കലായിട്ട് ചിന്തിച്ചേ മതിയാകൂ എന്ന് ഇവർ നിങ്ങളുടെ അടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നു കേട്ടോ. ഇതൊക്കെ ആയിരുന്നു നിങ്ങളുടെ പേഴ്സൻ്റെ മെസ്സേജസ് നിങ്ങൾക്കായിട്ടുള്ള. അപ്പോൾ ഇന്നത്തെ ഒരു ചെറിയ റീഡിംഗ് ആയിരുന്നു. ഓക്കെ ആണ്. ഇന്ന് ലൈവ് ഉണ്ടായിരുന്നുകൊണ്ട് ടയേർഡായി കേട്ടോ, അതുകൊണ്ടാണ് ഒരു ചെറിയ റീഡിങ്ങേ എടുത്തിട്ടുള്ളൂ ഇന്ന്. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ റീഡിംഗ്. ഇന്നത്തെ റീഡിംഗ് ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ കേട്ടോ, കാരണം സബ്സ്ക്രിപ്ഷനാണ് ഞാനും നിങ്ങളും തമ്മിലുള്ള ലിങ്ക്. എനിക്ക് നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി ഞാൻ എങ്ങനെ കണക്ട് ചെയ്യുക, നിങ്ങളിൽ ത്രൂ ആണ് കണക്ട് ചെയ്യുക. അപ്പം ഞാനും നിങ്ങളും തമ്മിലൊരു ലിങ്ക് വേണ്ടത് അത്യാവശ്യമാണ് കേട്ടോ. എനിക്ക് നിങ്ങളെ അറിഞ്ഞൂടല്ലോ, അപ്പം നമ്മൾ തമ്മിലുള്ള കണക്ഷൻ എന്താണ്? സബ്സ്ക്രിപ്ഷനാണ്. അപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക കേട്ടോ. ലൈക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഹൈപ്പിൻ്റെ ഓപ്ഷൻ അവൈലബിൾ ആയിട്ട് വരികയാണെങ്കിൽ ഒന്ന് ഹൈപ്പും കൂടെ ചെയ്തേക്കണേ. കാരണം നമുക്ക് വ്യൂവർഷിപ്പിൽ കുറച്ചൊരു ലീഡർ ബോർഡിൽ മുന്നോട്ട് വരാനുള്ള കൂടുതൽ വ്യൂവേഴ്സിന് ഷെയർ ചെയ്ത് പോകാനുള്ള ചാൻസസ് ഉണ്ട്, അതുകൊണ്ടാണേ. അപ്പോൾ ഇനി നമുക്ക് അടുത്ത ലൈവ് എന്ന് പറയുന്നത് ആക്ച്വലി വെനസ്ഡേ ഞാനൊരു ലൈവ് പ്ലാൻ ചെയ്തിരുന്നു. പക്ഷേ ഇപ്പോൾ ഹസ്ബൻഡിന് പെട്ടെന്നുള്ള വരവ് കൊണ്ട് വെനസ്ഡേ എനിക്ക് കുറേ നേരം ഇരിക്കാൻ സാധിക്കില്ല. ഓക്കെ, ഫ്രൈഡേ ആസ് യൂഷ്വൽ ഞാൻ മെമ്പേഴ്സ് ഓൺലി ലൈവ് പ്ലാൻ ചെയ്യുന്നുണ്ട്. കാരണം കുറേ കൂടുതൽ മെമ്പേഴ്സ് ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് അവർക്ക് വേണ്ടി ഒരാഴ്ച സ്കിപ്പ് ചെയ്യാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ കൂടുതൽ മെമ്പേഴ്സ് വന്നിരിക്കുന്നുണ്ട്. ഞാൻ എന്തായാലും മെമ്പേഴ്സ് ഓൺലി ലൈവ് ഫ്രൈഡേ ചെയ്യും. ഓക്കെ, പിന്നെ അടുത്ത ആഴ്ച നമുക്ക് മൺഡേ വെനസ്ഡേ ഇത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനുള്ള ലൈവ് ചെയ്യാം. ഓക്കെ, ഈ ഒരാഴ്ച എന്നോട് ക്ഷമിക്കുക. കാരണം ഹസ്ബൻഡ് വന്നിരിക്കുന്നുണ്ട്. കുറച്ച് അറിയാലോ, അവർ വെക്കേഷന് വരുന്ന സമയത്ത് നമ്മൾ കുറച്ച് ബിസി ആവും. അതുകൊണ്ടാണ് കേട്ടോ. ഞാൻ ആ സമയത്ത് കാർഡ്സും വെച്ചുകൊണ്ടിരുന്നാൽ അവർക്ക് ദേഷ്യം വരും, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിരിക്കുക, സമാധാനമായിരിക്കുക, ഹീലിങ്ങിൽ ഫോക്കസ് ചെയ്യുക. ദൈവം അനുഗ്രഹിക്കട്ടെ.